നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതിസ് കുക്കറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എന്നത്തെയും പോലെ ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഓണിയൻ ബോണ്ടയാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ സവാള ബോണ്ട. അത് വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇത് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എളുപ്പത്തിൽ ടപ്പേന്ന് ഉണ്ടാക്കാൻ നോക്കാം. ഒന്ന് കണ്ടു നോക്കാം. ഇതിലേക്കായിട്ട് നമ്മളിവിടെ ഒരു വലിയ സവാളയാണ് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നീളത്തിൽ ഇതുപോലെ കനം കുറച്ചിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം കനം കുറച്ച് അരിയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം നിങ്ങൾ കനം കുറച്ച് അരിഞ്ഞു വെക്കുക. ഇതിപ്പോൾ ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം നമ്മളൊരു കപ്പിൻ്റെ അളവ് പറയാനെന്ന് അളന്ന് നോക്കിയിരുന്നു. അപ്പോൾ ഇതൊരു 1.5 കപ്പോളുണ്ട്. അങ്ങനെ ഇപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ സവാളയൊക്കെ നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ സവാള കൂടിയും കുറഞ്ഞൊക്കെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കപ്പിൻ്റെ അളവും കൂടി എടുത്ത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ അരിഞ്ഞതിന് ശേഷം, അതായത് കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞതിന് ശേഷം കപ്പിലൊന്ന് അളന്ന് നോക്കാം, എന്നിട്ട് എടുത്താൽ മതി. ഇനിയിപ്പോൾ കപ്പൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ്സിലായാലും അളന്ന് നോക്കാം. സാധാ ഒരു നോർമൽ ഗ്ലാസ് ആണെങ്കിൽ അതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സോളം എടുത്താൽ മതി. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പിടുമ്പോൾ കൂടി പോകുന്ന പേരുള്ളവരാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലോട്ട് എരിവിനായിട്ട് ചേർക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ ഇവിടെ 1 ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടിയൊക്കെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടോ. ഇതിലോട്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അത് അത്ര തന്നെ മതിയാവും. ഇപ്പോൾ നിങ്ങൾക്ക് ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതായാലും ചേർക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ചിക്കൻ മസാലയോ എഗ് മസാലയോ ഒക്കെ ഉണ്ടെങ്കിൽ അതായാലും ചേർക്കാട്ടോ. ഇതിലോട്ട് 1 ടീസ്പൂണോളം കായം പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ സാമ്പാറിനൊക്കെ ഇടില്ലേ, ആ ഒരു കായം പൊടിയാണ് ഇപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്, അതായത് ഓരോ അല്ലി ഇങ്ങനെ വേർപ്പെട്ട് വരില്ലേ, ആ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നല്ല ഇത്തിരി ബലം പ്രയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സവാളയൊക്കെ നമ്മൾ ഈ തിരുമ്പുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് വാടിയ പോലെ വരണം, അതിൽ നിന്ന് ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരണം. അതിന് വേണ്ടിയിട്ടാണ് കുറച്ചൊരു ബലത്തിൽ തന്നെ തിരുമ്പാൻ പറയുന്നത്. അപ്പോൾ ഒന്ന് നമ്മളിങ്ങനെ തിരുമ്മിക്കഴിഞ്ഞാൽ ഇതിൽ ഉപ്പൊക്കെ നമുക്ക് നോക്കാം. ഉപ്പൊക്കെ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുമ്പോൾ കൈ വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. നന്നായിട്ട് തിരുമ്മിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് സവാള ഇതുപോലെ വാടിയ പോലെ കിട്ടും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ സവാള ഒന്ന് എടുത്തിട്ട് കൈ വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞ് നോക്കിയാൽ ഇതുപോലെ ഇങ്ങനെ വെള്ളം വരുന്നത് കാണാം. അപ്പോൾ ഇത്രത്തോളം മതിയാവും നമുക്ക് സവാള നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തത്. അപ്പോൾ സവാള നമ്മൾ ഇതുപോലെ റെഡിയാക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിലേക്കായിട്ടുള്ള എണ്ണയൊന്ന് ചൂടാവാൻ വെക്കുക. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സ്റ്റൗമ്മ ഒന്ന് ചൂടാവാൻ വെക്കുക. അപ്പോൾ ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ സവാള നന്നായിട്ട് തിരുമ്മിയെടുത്ത ശേഷം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഗോതമ്പ് മാവ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് കുറച്ച് ഗോതമ്പ് മാവും കൂടി ചേർക്കാമെന്ന് തോന്നി. കാരണം സവാള കൂടുതലും ഗോതമ്പ് മാവ് കുറവായിട്ടാണ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂണും കൂടി ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ എന്തായാലും ചേർക്കേണ്ട ഒരു ചേരുവ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടുപൊടി ഇല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവണം പുട്ട് കുഴയ്ക്കാൻ ഉപയോഗിക്കുന്ന പുട്ടുപൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തരിയായിട്ട് പുട്ടുപൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ അത് 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം. നമ്മൾ പുട്ടുപൊടി ചേർക്കുന്നത് അത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് തരിയായിട്ടുള്ള റവ പോലെയുള്ള പുട്ടുപൊടിയാണെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പം അങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ചേർച്ചക്കുറവ് തോന്നുകയാണ്, സവാളയൊന്നും ശരിക്കൊന്നും ഇതിലൊന്നും യോജിച്ച് കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പം എനിക്ക് അങ്ങനെ തോന്നിയോണ്ട് തന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നോക്കിയിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചേർത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുള്ളൂ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കാണ്. അപ്പോൾ ഈ സമയത്ത് എല്ലാം നന്നായിട്ട് യോജിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. കാരണം വെള്ളം കൂടുതലായി പോയി കഴിഞ്ഞാൽ ഇത് എണ്ണ കുടിച്ച പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടൊക്കെ ഒഴിക്കാൻ നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കേണ്ടി വരില്ല. അത് നിങ്ങൾ അതുകൊണ്ടാണ് കുഴച്ച് നോക്കിയിട്ട് വേണമെന്ന് വെച്ചാൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിതിൽ വേപ്പില പോലും ചേർക്കണില്ല. അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേപ്പിലയോ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ സമയം ഉണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. ഞാനിത് പെട്ടെന്ന് ടപ്പേന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തത്. അതുകൊണ്ടാണ് അതൊന്നും ചേർക്കാതിരുന്നത്.
അങ്ങനെ ഇത് ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കൈയൊക്കെ നന്നായിട്ട് കഴുകി വരിക. അതിനുശേഷം നമുക്കിത് ബോളുകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ എണ്ണ അവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് താല്പര്യം വെച്ചാൽ വെളിച്ചെണ്ണ എടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓയിൽ ചൂടാവാൻ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ അതൊരു ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ എന്ന് നോക്കുക നിങ്ങൾ. അതിനായിട്ട് നമുക്ക് ഏതെങ്കിലും ആ സവാള ഒരു കഷ്ണം അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് അങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മാത്രം നമ്മൾ പിന്നീട് ആ ഇതൊക്കെ പൊരിക്കാനായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറുതോ വലിയ ബോളുകളാക്കിയിട്ട് ഇത് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പൊ കരിയാനും നിൽക്കരുത്. ആയത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാം ഇതുപോലൊരു കളറാകുമ്പോൾ നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ സവാള ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക. പിന്നെ ഇത് വറുത്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചിട്ട് വറുത്തെടുക്കരുത്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊന്നും അങ്ങനെ വേവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു കളറാക്കി എടുക്കുക. അത് കരിഞ്ഞു പോകാണ്ടും എടുക്കണം. കരിഞ്ഞു പോവുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ എനിക്ക് ഇത്ര എണ്ണമൊക്കെ ഉണ്ടാക്കാനായിട്ട് അധികം സമയമൊന്നും എടുത്തില്ല. ടപ്പേന്ന് വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഒരു 3 പേരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാക്കിയാലൊക്കെ മതിയാവും. പിന്നെ കൂടുതൽ കഴിക്കണവരാണെങ്കിൽ കൂടുതൽ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വേഗം ഒന്ന് പോയിട്ട് ഉണ്ടാക്കി നോക്കുക. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ നിങ്ങൾ എല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.